ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്, അതായത് ചില ദിവസങ്ങൾ നമ്മൾ നേരം വൈകി അങ്ങനെ എണീറ്റിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലഞ്ചിന് എന്ത് കൊടുത്തു വിടുന്നുള്ള ടെൻഷനിലായിരിക്കും. ഇനി തൊട്ട് ഇനി അങ്ങനത്തെ ഒരു ടെൻഷനേ വേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റൈസും പിന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു അരമണിക്കൂർ മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. മല്ലിയില സാധാരണ കുട്ടികളൊന്നും കഴിക്കില്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ ഹെൽത്തിയുമാണ്, നമുക്ക് പണിയും വളരെ ഈസിയാണ്. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും അല്ല, നമുക്ക് ഓഫീസിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും എടുത്തുകൊണ്ട് പോകാം. അത്രയും നല്ല ടേസ്റ്റിലുള്ള ഒരു ഫുഡാണിത്. അപ്പോൾ ഈ കോറിയൻഡർ റൈസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരട്ടെ. ആദ്യം തന്നെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയില നല്ലോണം കഴുകി എടുത്തതാണ്. ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10 വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് 10 എടുത്തിരിക്കുന്നത്. വലുതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 or 4 ഇട്ടാൽ മതിയാവും. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 പച്ചമുളകാണ്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം പുളിയാണ്. പുളിയും ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആദ്യം വെള്ളം ഇല്ലാതെ അരയ്ക്കുക, അതിന് ശേഷം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇനി ഇത് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അത് ചൂടായപ്പോൾ 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ച് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം തീ കുറച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 വറ്റൽമുളകും ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 പിടി കപ്പലണ്ടിയാണ്. ഞാൻ ഇപ്പോൾ വറുത്ത കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. 1 നിമിഷം വഴറ്റിയാൽ മതി. അപ്പോഴേക്ക് അതിൻ്റെ കളറും മാറും, അതിൻ്റെ പച്ചമണവും മാറും. ഇത് ഈ പേസ്റ്റിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് അധികം കുഴഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അധികം കുഴയാതെ, ഞാനിത് വൈറ്റ് റൈസാണ് എടുത്തിരിക്കുന്നത്, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് അധികം വേവിച്ച് ഇതാക്കാൻ പാടില്ല, കുഴഞ്ഞു പോകും. അങ്ങനെ പാടില്ല, കുഴയാതെ എടുക്കണം, അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചോറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനം നമുക്ക് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് 1 ടീസ്പൂണ് നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു ലഞ്ച് ബോക്സിനുള്ള വിഭവം റെഡി ആയിട്ടുണ്ട്. അതായത് മല്ലിയില ചോറ് അല്ലെങ്കിൽ കോറിയൻഡർ റൈസ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. പണി ഭയങ്കര എളുപ്പമല്ല, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന പറ്റുന്ന ഒരു വിഭവമാണ്. ഇനി ഇതിന് സൈഡ് ഡിഷായിട്ട് ഒരു പൊട്ടാറ്റോ ഫ്രൈയും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. വരും. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ്, ഒരു 1/4 കിലോ ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ട് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 പിടി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ, അതും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10ഓളം ചെറിയ ഉള്ളിയാണ്. ഇത് കമ്പൽസറി അല്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് സവാളയുടെ എണ്ണം കൂട്ടിയാൽ മതി. ഇത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 സവാള ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ചെറിയ ഉള്ളി ചേർക്കുന്നില്ലെങ്കിൽ സവാളയുടെ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടിക്കോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കണമെങ്കിൽ. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഈ സമയത്ത് തീ കുറച്ച് വെക്കുക. എന്നിട്ട് ഇത് സിമ്മിൽ കിടന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ അതിൻ്റെ കളർ മാറി ഒരു ബ്രൗൺ കളർ മാതിരി വരും. ആ സമയത്ത് നമുക്കത് ഇറക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മല്ലിയില ചോറും
അതേമാതിരി പൊട്ടാറ്റോ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും ബാക്കി വയ്ക്കാതെയാണ് കൊണ്ടുവരിക. അത്രയും നല്ല ടേസ്റ്റിലാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് നോക്കി നോക്കൂ. ഈ ലഞ്ച് ബോക്സ് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.